നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിലും കേരളത്തിന് പുറത്തും സയൻസുകാർക്ക് പഠിക്കാൻ പറ്റുന്ന 100-ലേറെ കോഴ്സുകളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയും. +2 ഹ്യൂമാനിറ്റീസും കൊമേഴ്സും കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളെക്കുറിച്ച് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം മെഡിക്കൽ കോഴ്സുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്ന് MBBS, ബാച്ചലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചലർ ഓഫ് സർജറി. MBBS കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറാകാൻ പറ്റും. MBBS കോഴ്സ് കഴിഞ്ഞാൽ ഡോക്ടറാകാൻ സാധിക്കും. രണ്ടാമത്തേതാണ് BAMS, ബാച്ചലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി. BAMS കഴിഞ്ഞാൽ ആയുർവേദ ഡോക്ടറാവാം. BHMS, ബാച്ചലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻസ് ആൻഡ് സർജറി. BHMS കഴിഞ്ഞാൽ ഹോമിയോ ഡോക്ടറാവാൻ സാധിക്കും. BDS, ബാച്ചലർ ഓഫ് ഡെൻ്റൽ സർജറി. BDS പൂർത്തിയാക്കിയ ഒരാൾക്ക് ദന്ത ഡോക്ടറാവാനാണ് സാധിക്കുന്നത്. BUMS, ബാച്ചലർ ഓഫ് യുനാനി മെഡിസിൻ ആൻഡ് സർജറി. BUMS പഠിച്ചാൽ യുനാനി ഡോക്ടറാകാൻ സാധിക്കും. BVSC, ബാച്ചലർ ഓഫ് വെറ്റിനറി സയൻസ്. ഈ കോഴ്സ് എടുത്താൽ മൃഗ ഡോക്ടറാകാനാണ് സാധിക്കുന്നത്. BNYS, ദ ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ്. BSMS, ബാച്ചലർ ഓഫ് സിദ്ധ മെഡിസിൻ ആൻഡ് സർജറി. സിദ്ധ പ്രാക്ടീഷണറാവാൻ BSMS എന്ന കോഴ്സിലൂടെ സാധിക്കുന്നു. നീറ്റ്, കീം പോലെയുള്ള പ്രവേശന പരീക്ഷകളിലൂടെയാണ് മെഡിക്കൽ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. ബയോളജി സയൻസുകാർക്കാണ് മെഡിക്കൽ കോഴ്സുകൾ എടുക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാരാമെഡിക്കൽ കോഴ്സുകളെക്കുറിച്ചാണ്. ഒന്ന് BPharm, ബാച്ചലർ ഓഫ് ഫാർമസി. ഈ കോഴ്സ് കഴിഞ്ഞാൽ ഫാർമസിസ്റ്റ് ആവാം. 4 വർഷമാണ് BPharmൻ്റെ ഡ്യൂറേഷൻ. PharmD, ഡോക്ടർ ഓഫ് ഫാർമസി. ഫാർമസി കോഴ്സുകളിൽ വെച്ച് ഏറ്റവും ടോപ്പ് ലെവൽ കോഴ്സാണ് PharmD. 6 വർഷമാണ് PharmDയുടെ ഡ്യൂറേഷൻ. BSc നഴ്സിംഗ്, 4 വർഷമാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. BSc MLT, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. 4 വർഷം ഡ്യൂറേഷനുള്ള ഒരു പ്രോഗ്രാമാണ് BSc MLT. BPT, ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി. 4 വർഷമാണ് ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പിയുടെ ഡ്യൂറേഷൻ. BSc റേഡിയോളജി, 4 വർഷമാണ് BSc റേഡിയോളജിയുടെ ഡ്യൂറേഷൻ. ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, 4 വർഷം ഡ്യൂറേഷനുള്ള കോഴ്സാണ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. മെഡിക്കൽ മൈക്രോബയോളജി, 3 വർഷത്തെ കോഴ്സാണ്. 3 വർഷം ഡ്യൂറേഷനുള്ള കോഴ്സാണ് മെഡിക്കൽ മൈക്രോബയോളജി. മെഡിക്കൽ ബയോകെമിസ്ട്രി, 3 വർഷമാണ് ഈ കോഴ്സിൻ്റെ ദൈർഘ്യം. BOT, ബാച്ചലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി. 4 വർഷത്തെ കോഴ്സാണ് BOT, ബാച്ചലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി. ഒഫ്താൽമിക് ടെക്നോളജി, 3 വർഷമാണ് ഈ പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷൻ. ഒഫ്താൽമിക് തിയേറ്റർ ടെക്നോളജി, 3 വർഷത്തെ കോഴ്സാണ് ഒഫ്താൽമിക് തിയേറ്റർ ടെക്നോളജി. BSc റെസ്പിറേറ്ററി തെറാപ്പി, 3 വർഷമാണ് BSc റെസ്പിറേറ്ററി തെറാപ്പിയുടെ ഡ്യൂറേഷൻ. BSc റേഡിയോ തെറാപ്പി, 3 വർഷത്തെ കോഴ്സാണ് BSc റേഡിയോ തെറാപ്പി.
BSc ഡയാലിസിസ് തെറാപ്പി 4 വർഷമാണ് BSc ഡയാലിസിസ് തെറാപ്പിയുടെ ഡ്യൂറേഷൻ. ക്രിട്ടിക്കൽ കെയർ ടെക്നോളജി 3 മുതൽ 4 വർഷം വരെ ദൈർഘ്യമുള്ള ഡ്യൂറേഷനുള്ളൊരു കോഴ്സാണ് ക്രിട്ടിക്കൽ കെയർ ടെക്നോളജി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളെക്കുറിച്ചാണ്. ഒന്നാമത്തേതാണ് DPharm, ഡിപ്ലോമ ഇൻ ഫാർമസി. 2 വർഷത്തെ കോഴ്സാണ് DPharm. അടുത്തതാണ് DMLT, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. 2 വർഷമാണ് DMLTയുടെയും ഡ്യൂറേഷൻ. DCVT, ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലർ ടെക്നോളജി. 2 വർഷത്തെ ഒരു കോഴ്സാണ് DCVT. അടുത്തതാണ് DPT, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി. 2 വർഷം ദൈർഘ്യമുള്ളൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി എന്നത്. അടുത്തതാണ് ഡിപ്ലോമ ഇൻ എൻഡോസ്കോപ്പി ടെക്നോളജി. 3 വർഷമാണ് ഈ കോഴ്സിൻ്റെ ദൈർഘ്യം. DOT, ഡിപ്ലോമ ഇൻ ഒഫ്താൽമിക് ടെക്നോളജി. 2 വർഷമാണ് DOTയുടെ ദൈർഘ്യം. DBBT, ഡിപ്ലോമ ഇൻ ബ്ലഡ് ബാങ്ക് ടെക്നോളജി. ഡിപ്ലോമ ഇൻ ബ്ലഡ് ബാങ്ക് ടെക്നോളജി എന്ന കോഴ്സിൻ്റെ ദൈർഘ്യം 3 വർഷമാണ്. DPT, ഡിപ്ലോമ ഇൻ ഫിസിയോതെറാപ്പി. 2 വർഷത്തെ ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഫിസിയോതെറാപ്പി എന്നത്. അടുത്ത കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഡെൻ്റൽ മെക്കാനിക്സ്. ഇതും ഒരു 2 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കോഴ്സാകുന്നു. ഡിപ്ലോമ ഇൻ ഡെൻ്റൽ ഹൈജീൻ 2 വർഷത്തെ കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഡെൻ്റൽ ഹൈജീൻ എന്നത്. അടുത്തതാണ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്. 2 വർഷം ഡ്യൂറേഷനുള്ളൊരു കോഴ്സാണ് DHIC. അടുത്ത കോഴ്സാണ് GNM, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി. 3.5 വർഷമാണ് ഈ കോഴ്സിൻ്റെ ദൈർഘ്യം. ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി അഥവാ GNM എന്ന കോഴ്സിൻ്റെ ദൈർഘ്യം 3.5 വർഷമാണ്. ഡെൻ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻറ്റ് 2 വർഷം ദൈർഘ്യമുള്ളൊരു കോഴ്സാണ് ഡെൻ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻ്റ് എന്ന കോഴ്സ്. ഡിപ്ലോമ ഇൻ അനസ്തേഷ്യ 2 വർഷമാണ് ഡിപ്ലോമ ഇൻ അനസ്തേഷ്യ എന്ന കോഴ്സിൻ്റെ ദൈർഘ്യം. അടുത്ത കോഴ്സാണ് ഡിപ്ലോമ ഇൻ റൂറൽ ഹെൽത്ത് കെയർ. 1 വർഷമാണ് ഡിപ്ലോമ ഇൻ റൂറൽ ഹെൽത്ത് കെയർ എന്ന കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. അടുത്ത പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സാണ് DMRT, ഡിപ്ലോമ ഇൻ മെഡിക്കൽ റെക്കോർഡ് ടെക്നോളജി. 3 വർഷം ഡ്യൂറേഷനുള്ള ഒരു കോഴ്സാണ് DMRT, ഡിപ്ലോമ ഇൻ മെഡിക്കൽ റെക്കോർഡ് ടെക്നോളജി. ഡിപ്ലോമ ഇൻ എക്സ്റേ ടെക്നോളജി 2 വർഷത്തെ ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ എക്സ്റേ ടെക്നോളജി എന്നത്. അടുത്ത കോഴ്സാണ് DHLS, ഡിപ്ലോമ ഇൻ ഹിയറിംഗ് ലാംഗ്വേജ് ആൻഡ് സ്പീച്ച്. 1 ഇയർ ഡ്യൂറേഷനുള്ള ഒരു ഡിപ്ലോമ കോഴ്സാണ് DHLS, ഡിപ്ലോമ ഇൻ ഹിയറിംഗ് ലാംഗ്വേജ് ആൻഡ് സ്പീച്ച്. അടുത്ത കോഴ്സാണ് DNCA, ഡിപ്ലോമ ഇൻ നഴ്സിംഗ് കെയർ അസിസ്റ്റൻറ്റ്. DNCയുടെ ദൈർഘ്യം 2 വർഷമാണ്. ഡിപ്ലോമ ഇൻ നഴ്സിംഗ് കെയർ അസിസ്റ്റൻറ്റ്. അടുത്ത കോഴ്സാണ് DMIT, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. 3 വർഷത്തെ ഒരു ഡിപ്ലോമ കോഴ്സാണ് DMIT അഥവാ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. ഇനി പറയാൻ പോകുന്ന കോഴ്സുകൾ +2 സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ സബ്ജക്റ്റുകൾ കോമ്പിനേഷനായി എടുത്ത വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന കോഴ്സുകളാണ്. ഒന്നാമത്തേതാണ് എൻജിനീയറിംഗ് BE അഥവാ ബാച്ചിലർ ഓഫ് എൻജിനീയറിംഗ്. 4 വർഷമാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. BArch, ബാച്ചിലർ ഓഫ് ആർക്കിടെക്റ്റ്. 5 വർഷത്തെ ഡ്യൂറേഷനുള്ള ഒരു കോഴ്സാണ് BArch അഥവാ ബാച്ചിലർ ഓഫ് ആർക്കിടെക്റ്റ്. അടുത്തതാണ് ഇൻ്റഗ്രേറ്റഡ് MSc,
5 വർഷം ഡ്യൂറേഷനുള്ള കോഴ്സാണ് ഇൻ്റഗ്രേറ്റഡ് MSc. BCA ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 3 വർഷമാണ് BCAയുടെ ഡ്യൂറേഷൻ. അതുപോലെ ഡിഫൻസുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, നേവി, ആർമി, എയർഫോഴ്സ് റിലേറ്റഡായ കോഴ്സുകളുടെ ഡ്യൂറേഷൻ 3 വർഷമാണ്. അടുത്ത കോഴ്സാണ് BSc ഡിഗ്രി കോഴ്സുകൾ. +2 സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന BSc ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, അതുപോലെ BSc സൈക്കോളജി തുടങ്ങിയ BSc കോഴ്സുകളും +2 സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സുകളാവുന്നു. അതുപോലെ +2 സയൻസ് കഴിഞ്ഞവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട അഥവാ കൃഷിയുമായി ബന്ധപ്പെട്ട കോഴ്സുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കോഴ്സാണ് BSc അഗ്രികൾച്ചർ. BSc അഗ്രികൾച്ചറൽ എക്കണോമിക്സ് ആൻഡ് ഫാം മാനേജ്മെൻറ്റ്, BSc ഇൻ അഗ്രികൾച്ചറൽ മെട്രോളജി, BSc അഗ്രികൾച്ചറൽ ബയോടെക്നോളജി, BSc അഗ്രികൾച്ചറൽ സ്റ്റാറ്റിക്സ്, BSc അഗ്രോണമി, BSc ക്രോപ്പ് ഫിസിയോളജി, BSc എൻറ്റോമോളജി തുടങ്ങിയവയാണ് സയൻസ് കഴിഞ്ഞവർക്ക് എടുക്കാവുന്ന അഗ്രികൾച്ചറൽ റിലേറ്റഡ് കോഴ്സുകൾ. അതുപോലെ BSc ഫോറൻസിക് സയൻസ്, ഡിപ്ലോമ ഇൻ ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ്, ഡിപ്ലോമ ഇൻ സൈബർ ക്രൈംസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഫോറൻസിക് തുടങ്ങിയ ഫോറൻസിക് റിലേറ്റഡായ കോഴ്സുകളും +2 സയൻസ് കഴിഞ്ഞവർക്കുള്ള കോഴ്സുകളാകുന്നു. BSc ബയോടെക്നോളജി, BSc ഇൻ ബയോടെക്നോളജി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ്, ഡിപ്ലോമ ഇൻ ബയോടെക്നോളജി എന്നീ ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട കോഴ്സുകളും +2 സയൻസ് കഴിഞ്ഞവർക്ക് എടുക്കാവുന്ന കോഴ്സുകളാകുന്നു. അതുപോലെ BSc ഇൻ ജിയോളജി, PG ഡിപ്ലോമ ഇൻ എൻവയോൺമെൻറ്റൽ ജിയോളജി, PG ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ജിയോളജി, PG ഡിപ്ലോമ ഇൻ ജിയോളജി തുടങ്ങിയ ജിയോളജിയുമായി ബന്ധപ്പെട്ട കോഴ്സുകളും +2 സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാകുന്നു. അതുപോലെ BSc സുവോളജി, BSc ഇൻ അക്വാകൾച്ചർ, BSc ഇൻ അഡ്വാൻസ്ഡ് സുവോളജി ആൻഡ് ബയോടെക്നോളജി, BSc ഇൻ സുവോളജി ആൻഡ് ആനിമൽ ബയോടെക്നോളജി തുടങ്ങിയ സുവോളജി കോഴ്സുകളും +2 സയൻസുകാർക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സുകളാകുന്നു. അതുപോലെ BSc ഇൻ ഫുഡ് പ്രിസർവേഷൻ ആൻഡ് ടെക്നോളജി, BSc ഇൻ ഫുഡ് പ്രോസസ്സിംഗ്, BSc ഇൻ ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഷുഗർ ടെക്നോളജി തുടങ്ങിയവയും +2 സയൻസ് കഴിഞ്ഞവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കോഴ്സുകളാകുന്നു. BSc ഇൻ മൈക്രോബയോളജി, ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ മൈക്രോബയോളജി, ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ പത്തോളജി, ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി തുടങ്ങിയ കോഴ്സുകളും +2 സയൻസ് കഴിഞ്ഞവർക്ക് ചൂസ് ചെയ്യാവുന്ന മികച്ച കോഴ്സുകളാകുന്നു. ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് എന്നീ ടെക്സ്റ്റൈൽസ് റിലേറ്റഡായ കോഴ്സുകളും +2 സയൻസ് കഴിഞ്ഞവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാകുന്നു. അതുപോലെ BSc സുവോളജി കഴിഞ്ഞവർക്ക് ഫുഡ് സയൻസ്, സൈക്കോളജി, മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത്, MSc ഹിസ്റ്റോപത്തോളജി, ക്ലിനിക്കൽ പെർഫ്യൂഷൻ, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് തുടങ്ങിയ മേഖലകളിലേക്കും മാറാവുന്നതാണ്. അതുപോലെ +2 സയൻസ് കഴിഞ്ഞവർക്ക് എൻട്രൻസ് എക്സാമിലൂടെ LLBക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ട്രാവൽ ആൻഡ് ടൂറിസം, ഫാഷൻ ടെക്നോളജി, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ജേർണലിസം, ഫിലിം ആൻഡ് ആനിമേഷൻ തുടങ്ങിയ കോഴ്സുകളും ഏതൊരു സയൻസുകാരനും എടുക്കാൻ പറ്റുന്ന, സെലക്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാകുന്നു. അതുപോലെ ടീച്ചിങ് മേഖലയോട് താല്പര്യമുള്ള ആളുകൾക്ക് ഡിഗ്രിക്ക് ശേഷം B.Ed പോലെയുള്ള ടീച്ചിങ് പ്രോഗ്രാമുകൾ ചെയ്യാവുന്നതാണ്. ഡിസൈനിങ് കോഴ്സുകളോട് താല്പര്യമുള്ള സയൻസുകാർക്ക് ഡിസൈനിങ് മേഖലയിലെ വൈവിധ്യമാർന്ന കോഴ്സുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ BA കോഴ്സുകൾ അഥവാ BA ഇംഗ്ലീഷ്, BA മലയാളം, BA ഹിസ്റ്ററി, BA സോഷ്യോളജി, BA എക്കണോമിക്സ്, BA പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയ
ആർട്സ് വിഷയങ്ങളും പ്ലസ് ടു സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എടുക്കാവുന്ന കോഴ്സുകളാകുന്നു. അതോടൊപ്പം BCom, BBA തുടങ്ങിയ കൊമേഴ്സ് റിലേറ്റഡായ കോഴ്സുകളും പ്ലസ് ടു സയൻസുകാർക്ക് ചൂസ് ചെയ്യാവുന്ന കോഴ്സുകളാകുന്നു. അതുപോലെ ഏതൊരാളുടെയും സ്വപ്നമായ ഗവൺമെൻറ് സർവീസ്, ആ മേഖലയിലേക്ക് എത്തിപ്പെടാൻ പ്ലസ് ടു കഴിഞ്ഞോ ഡിഗ്രിക്ക് ശേഷമോ സയൻസുകാർക്ക് പഠനം തുടങ്ങാവുന്നതാണ്. അപ്പോൾ പ്ലസ് ടു സയൻസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് കേരളത്തിനകത്തും പുറത്തും പഠിക്കാവുന്ന 100-ലേറെ കോഴ്സുകളെക്കുറിച്ചും അവസരങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓരോരുത്തരുടെയും മാർക്കിനും കഴിവിനും അനുസരിച്ചുള്ള കോഴ്സുകൾ കണ്ടെത്തി അതിൽ മുന്നേറാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. താങ്ക് യു.